ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു UGC നെറ്റ് ട്യൂട്ടോറിയൽ. അപ്പോൾ എക്കണോമിക്സിൻ്റെ UGC നെറ്റ് അഥവാ JRF എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. എന്താണ് ഒരു ഇക്കോണമി എന്ന് പറയുന്നത്? ഒരു ഇക്കോണമി എന്ന് പറയുന്നത് അതൊരു സംവിധാനമാണല്ലേ. അത് വിച്ച് ഇൻക്ലൂഡ്സ് ഓൾ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഇൻവോൾവ് ചെയ്യുന്നത്? വിച്ച് ആർ എൻഗേജിങ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിൽ ഏർപ്പെടുന്ന എല്ലാ തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും അടങ്ങിയൊരു സംവിധാനമാണ് ഒരു ഇക്കോണമി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ ഗുഡ്സും സർവീസസും ഒക്കെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്താണ് ഈ ഗുഡ്സ് എന്ന് പറയുന്നത്? ദേ ആർ ഫിസിക്കലി ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റുകളാണല്ലേ. എന്തൊക്കെയാണ് നമുക്ക് ടച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സർവീസസ് ആണെങ്കിലോ ലൈക്ക് ബാങ്കിങ് സർവീസസ്, ഇൻഷുറൻസ് സർവീസസ്, ട്രാൻസ്പോർട്ടേഷൻ സർവീസസ്, ദേ ആർ all these services are ഇൻടാഞ്ചിബിൾ. സോ ഈ ഗുഡ്സും സർവീസസും എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ദ ഹ്യൂമൻ വാണ്ട്സ്, റൈറ്റ്? അപ്പം ഇക്കണോമി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റം വിച്ച് ഇൻക്ലൂഡ്സ് ഓൾ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ആർ എൻഗേജിങ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ദ ഹ്യൂമൻ വാണ്ട്സ്. ഇനി ഇക്കണോമിക്സിലേക്ക് വന്നു കഴിഞ്ഞാലോ, ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ഒയ്ക്കണോമിയ എന്ന് പറയുന്ന ആൻഷ്യൻറ്റ് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഒറിജിൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്? ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ്. അതായത് ഡിറൈവ്ഡ് ഫ്രം ആൻഷ്യൻറ്റ് ഗ്രീക്ക് വേർഡ് ഒയ്ക്കണോമിയ വിച്ച് മീൻസ് ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഹൗ ഹ്യൂമൻസ് മേക്ക് ഡിസിഷൻസ് ഇൻ ദ ഫേസ് ഓഫ് സ്കേഴ്സിറ്റി ഉണ്ടാവുന്ന സമയത്ത് ആളുകൾ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അതിനെക്കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്തൊക്കെ ഡിസിഷൻസ് ഉണ്ടാവാം? ദർ ക്യാൻ ബി ഇൻഡിവിജ്വൽ ഡിസിഷൻസ്, ബിസിനസ് ഡിസിഷൻസ്, ഫാമിലി ഡിസിഷൻസ്, അല്ലെങ്കിൽ സൊസൈറ്റൽ ഡിസിഷൻസ്. ഓക്കെ, ഇനി സ്കേഴ്സിറ്റി ഉണ്ടാവുന്ന സമയത്ത് ഡിസിഷൻസ് എടുക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു. വാട്ട് യു മീൻ ബൈ സ്കേഴ്സിറ്റി? എന്താണ് സ്കേഴ്സിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ഹ്യൂമൻ വാണ്ട്സ് എന്ന് പറയുന്നത് ദേ ആർ അൺലിമിറ്റഡ് ആണ്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ അൺലിമിറ്റഡ് ആണ്. ബട്ട് ദ റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ ദെം ആർ ലിമിറ്റഡ്. ഓക്കെ, അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് പരിമിതവുമാണ്. അപ്പം ഈ നമുക്ക് ഗുഡ്സിന് വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്, സർവീസസ് ആഗ്രഹമുണ്ട്, റിസോഴ്സസ് ആവശ്യമുണ്ട്. സോ ദ ഹ്യൂമൻ വാണ്ട്സ് ഫോർ ഗുഡ്സ്, സർവീസസ് ഓർ റിസോഴ്സസ് എക്സീഡ്. അത് എന്തിനേക്കാളും കൂടുതലായിരിക്കും വാട്ട് ഈസ് അവൈലബിൾ. നമുക്ക് ലഭ്യമായതിനേക്കാളും നമ്മൾ ആഗ്രഹങ്ങൾ കൂടുന്ന സമയത്താണ് അവിടെ സ്കേഴ്സിറ്റി ഉണ്ടാകുന്നത്. നമുക്ക് എന്താണോ ആവശ്യം അതിനേക്കാളും നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് സ്കേഴ്സിറ്റി ഉണ്ടാകുന്നത്. ഫോർ മോസ്റ്റ് ഓഫ് us അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു സ്കേഴ്സ് റിസോഴ്സ് ഏതാണ് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്നത് ടൈം ആയിരിക്കും അല്ലേ. എല്ലാവർക്കും, അത് റിച്ച് ആയിക്കോട്ടെ പുവർ ആയിക്കോട്ടെ, ജസ്റ്റ് 24 hours മാത്രമേ എന്തിനു വേണ്ടിയിട്ടുള്ളൂ? ടു അക്വയർ ദ ഗുഡ്സ് ദേ വാണ്ട്. അവർ ആഗ്രഹിക്കുന്ന ഗുഡ്സ് നേടാൻ വേണ്ടിയിട്ട് അവർക്ക് കിട്ടുന്നുള്ളൂ. പല രാജ്യങ്ങളിലും ദർ ആർ പീപ്പിൾ ഹു ആർ ഹംഗ്രി, ദർ ആർ പീപ്പിൾ ഹു ആർ ഹോംലെസ്, അല്ലെങ്കിൽ ഹെൽത്ത് കെയറിന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. വൈ ദിസ് കേസ്? എന്തുകൊണ്ട് സംഭവിക്കുന്നതാണ്? ഇറ്റ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് ദ സ്കേഴ്സിറ്റി. സോ എവറി സൊസൈറ്റി അറ്റ് എവറി ലെവൽ മസ്റ്റ് മേക്ക് ചോയ്സസ് അബൌട്ട് ഹൗ ടു യൂസ് ഇറ്റ്സ് റിസോഴ്സസ്. അതാണ് ഇക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം എക്കണോമിക്സിന് 2 ഡിവിഷൻസ് ഉണ്ടല്ലേ, മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സും. ആരായിരുന്നു ഈ 2 ഡിവിഷൻസും നടത്തിയിട്ടുണ്ടായിരുന്നത്? റാഗ്നർ ഫ്രിഷ് ആണല്ലേ. സോ റാഗ്നർ ഫ്രിഷ് വാസ് ദ ഫസ്റ്റ് ടു യൂസ് ദീസ് ടേംസ് ഇൻ ഇക്കണോമിക്സ് ഇൻ ദ ഇയർ 1933. മൈക്രോ എന്ന ടേം മൈക്രോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഒറിജിൻ ചെയ്തിരിക്കുന്നത്, വിച്ച് മീൻസ് സ്മോൾ. മൈക്രോ ഇക്കണോമിക്സിന് പ്രൈസ് തിയറി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓർമ്മിച്ച് വെക്കുക, മൈക്രോ ഇക്കണോമിക്സ് ഇസ് ഓൾസോ നോൺ ആസ് പ്രൈസ് തിയറി. ആൻഡ് ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ഇക്കണോമിക് യൂണിറ്റ്സ്. അതായത് ഒരു ഇക്കോണമിയിലുള്ള ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കുറിച്ചിട്ടുമുള്ള പഠനമാണ് മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫേമിൻ്റെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയുടെ ഔട്ട്പുട്ട് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലേബറിൻ്റെ വേജസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കൊമോഡിറ്റിയുടെ പ്രൈസ് നമ്മൾ തീരുമാനിക്കുന്നു. ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ ഇക്കണോമിക് യൂണിറ്റിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് മൈക്രോ ഇക്കണോമിക്സ്. സോ ഇറ്റ് ഈസ് ദ മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഓഫ് ദ ഇക്കോണമി.
മാക്രോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മാക്രോ എന്ന പദം ഉണ്ടായിരിക്കുന്നത്. ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് അഗ്രഗേറ്റ്സ് അല്ലെങ്കിൽ ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ദ എൻറ്റയർ ഇക്കോണമി. ഇതിന് ഇൻകം തിയറി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്റ്റഡി ഓഫ് ടോട്ടൽ എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ജനറൽ പ്രൈസ് ലെവലിനെ കുറിച്ചിട്ട് നാഷണൽ ഇൻകത്തിനെ കുറിച്ചിട്ടുള്ള പഠനം, ഇതൊക്കെ മാക്രോ ഇക്കണോമിക്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന 4 ടൈപ്സ് ഓഫ് ഡെഫിനിഷൻസ് ആ വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആൻഡ് ഗ്രോത്ത് ഡെഫിനിഷൻ. വെൽത്ത് ഡെഫിനിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആഡം സ്മിത്ത് ആണ്, കൺസിഡേർഡ് ആസ് എ ഫാദർ ഓഫ് ഇക്കണോമിക്സ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കാണ് ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. അത് 1776 പബ്ലിഷ് ചെയ്തു. ഓർമ്മിച്ച് വെക്കുക, ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ, പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1776. Alfred Marshall shifted the emphasis from wealth to welfare and he published his famous book Principles of Economics in the year 1890. ഇക്കണോമിക്സ് ഡെഫിനിഷനിൽ ഏറ്റവും മോസ്റ്റ് റെലവൻ്റ് ആയിട്ടുള്ളതാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലയണൽ റോബിൻസ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് പുസ്തകമാണ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക് സയൻസ്, പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1932. He defined economics as a science which study human behavior as a relationship between ends and scarce means which have alternative uses. ലാസ്റ്റ് വൺ ആണ് ഗ്രോത്ത് ഡെഫിനിഷൻ. അത് പോൾ സാമുൽസൺ ആണ് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇക്കണോമിക്സ്, പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1964. He gave importance to the problem of distribution among the society.